ത്തിനായി കർത്താവിന് വിലപ്പെട്ട കർത്താവിന്റെ ദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാ ഭവനങ്ങളിലും അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച പ്രിയ സണ്ണിച്ചാനുള്ള നന്ദി പറയുന്നു. സഭയിലുള്ള എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ആത്മാവിൽ ബലപ്പെടുത്തി വരും ദിവസങ്ങളിലും കർത്താവ് മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അല്പനിമിഷങ്ങൾ ദൈവവചനത്തിന് മുൻപിലായിരിക്കാം. ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിലെ ചില വേദഭാഗങ്ങളാണ് നമ്മളിത് രാത്രി അല്പനിമിഷം ധ്യാനിക്കാൻ പോകുന്നത്. ദി ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 29 വേഴ്സ് 1 to 5 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. എന്നോട് ചേർന്ന് വേദഭാഗങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ ആ വേദഭാഗങ്ങൾ ദൈവമക്കളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയത് എന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റുമിരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ ലാസ്റ്റ് സെന്റൻസിൽ നിന്നാണ് മെസ്സേജ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ചു നിർത്തിയത് എന്റെ ശുഭകാലത്തെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ആ പദം എന്നെ ചിന്തിപ്പിക്കുവാനിടെ കഴിഞ്ഞ ദിവസങ്ങൾ വചനം ധ്യാനിച്ചപ്പോൾ എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന്റെ ദാസനായ ശലോമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. നമുക്കതറിയാം. സന്തോഷിക്കാനൊരു കാലം, കരയാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, ജോലി ഇല്ലാതിരിക്കാനൊരു കാലം, ജോലി ചെയ്യാനൊരു കാലം, സാലറി മേടിക്കാനൊരു കാലം, മേടിക്കാതിരിക്കാനൊരു കാലം, രോഗിയായി തീരാനുള്ളൊരു കാലം, ആരോഗ്യത്തോടെ ജീവിപ്പാനൊരു കാലം. ഇങ്ങനെ എല്ലാ കാലങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അനുവദിച്ചിട്ടുണ്ട്. അപ്പം ഈ പദം ഇയ്യോബ് എടുത്ത് പറയുക, ശുഭകാലം. ഏതൊരു ഭക്തന്റെ ജീവിതത്തിൽ എന്തുണ്ട്? ഒരു ശുഭകാലമുണ്ട്. അപ്പം അതിന്റെ എക്സാക്ട് മീനിങ് ഇതാണ്, ഞാൻ ഇപ്പൊ പോകുന്ന അവസ്ഥ ശുഭകാലമല്ല, പക്ഷേ എനിക്കൊരു ശുഭകാലം ഉണ്ടായിരുന്നു. എനിക്കൊരു ശുഭകാലം ഉണ്ടായിരുന്നു. ഞാൻ ആ വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് സങ്കീർത്തനത്തിൽ നമുക്ക് കാണാതെ അറിയുന്ന ഒരു വാക്യമുണ്ട്, പണ്ടത്തെ പോലൊരു നല്ല കാലം ദൈവമേ ഞങ്ങൾക്ക് തരണമേ. അത് ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥനയായിരുന്നു. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരയണമേ. ദൈവത്തിന്റെ സ്തോത്രം. ഇനിയും ആ വാക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ശുഭകാലം എന്ന് പറയുമ്പോൾ ഒത്തിരി അർത്ഥങ്ങൾ ബൈബിളിൽ അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആ പദം ചിന്തിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ശുഭത അല്ലെങ്കിൽ ആ ശുഭകാലം എന്താണ് എന്ന് ഞാൻ ആത്മാവിൽ ചിന്തിച്ചപ്പോൾ കർത്താവ് നൽകിയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശുഭകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലമാണ് ശുഭകാലം എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, ജീവിതത്തിന്റെ ഏത് വഴികളിലും ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന ഒരു കാലമാണ് ശുഭകാലം എന്ന് പറയുന്നത്. മറ്റൊരു ഭാഷാന്തരത്തിൽ ഞാൻ കണ്ടത്, സകല വിഷയത്തിലും ഒരു ദൈവിക സമാധാനം അനുഭവിക്കുന്ന ഒരു കാലമാണ് ശുഭകാലം. ദൈവത്തിന് സ്തോത്രം. അതിന് ഒരു അർത്ഥം ഇങ്ങനെയാ കൊടുത്തത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഒരു ദൈവിക സമാധാനം. പൗലോസാണ് അത് ഏറ്റവും നന്നായി എക്സ്പ്ലെയിൻ ചെയ്തത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. അപ്പം ദ പീസ് ഓഫ് ഗോഡ് ദാറ്റ് പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, എല്ലാ ബുദ്ധിയെയും കവിഞ്ഞു വരുന്ന ഒരു ദൈവിക സമാധാനം. അപ്പം അങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ശുഭകാലം നമ്മുടെ ജീവിതത്തിന്റെ ഏത് വഴികളിലും ഒരു ദൈവിക സമാധാനം അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പം ഈ ശുഭകാലം എന്ന വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്റെ ഹൃദയത്തിൽ തോന്നിയൊരു ചിന്ത ഇതാണ്, ഈ ശുഭകാലം ഒരു വ്യക്തിയിൽ ഉണ്ടാകാൻ എന്തൊക്കെ ഉണ്ടാകണം? അത് ഇയ്യോബ് തന്നെയാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 3 കാരണങ്ങൾ ദൈവാത്മാവിനെ പഠിപ്പിച്ചു കേട്ടോ. അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരാൾക്കൊരു ശുഭകാലം ഉണ്ടാകണമെങ്കിൽ, 1, ദൈവത്തിന്റെ കരുതൽ നാം അനുഭവിക്കണം.
ഒന്ന്, ദൈവത്തിന്റെ കരുതൽ നമ്മൾ അനുഭവിക്കണം, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. രണ്ട്, ദൈവത്തിന്റെ വെളിച്ചം നാം അനുഭവിക്കണം, ദ ലൈറ്റ് ഓഫ് ഗോഡ്. മൂന്ന്, ദൈവത്തിന്റെ സഖ്യത നമ്മൾ അനുഭവിക്കണം, ദ കമ്പാനിയൻഷിപ്പ് ഓഫ് ഗോഡ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം ആ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാലേ ശുഭകാലം എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു വ്യക്തിയിൽ ശുഭകാലം ഉണ്ടാകാൻ ഇയ്യോബ് പറയുകയാണ് 3 കാരണങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ കരുതൽ നമുക്ക് ആവശ്യമാണ്, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. രണ്ട്, ദൈവത്തിന്റെ വെളിച്ചം നമുക്ക് ആവശ്യമാണ്, ദ ലൈറ്റ് ഓഫ് ഗോഡ്. മൂന്ന്, ദൈവത്തിന്റെ സഖ്യത. ആ പദമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. ദൈവത്തിന്റെ കമ്പാനിയൻഷിപ്പ് നമുക്ക് ആവശ്യമാണ്. ഈ 3 പദങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അപ്പം ദൈവത്തിന്റെ കരുതൽ ആവശ്യമാണ്. രണ്ട്, ദൈവത്തിന്റെ വെളിച്ചം നമുക്ക് ആവശ്യമാണ്. മൂന്ന്, ദൈവത്തിന്റെ സഖ്യത നമുക്ക് ആവശ്യമാണ്. ഇനി ആ വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് കയറാം. ഒന്നാമത്തെ വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ടാം വാക്യത്തില. രണ്ടാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. കേട്ടോ, ആ പദം ശ്രദ്ധിച്ചോ. ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാനായെങ്കിൽ. അപ്പൊ ശുഭകാലം വരാനുള്ള ഒരു കാരണം അയ്യോ പറയാണ്, ദൈവം എന്നെ കാത്ത ഒരു കാലമുണ്ട്, ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്ത ഒരു കാലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ പദം നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം നമ്മെ കാക്കുന്ന ദൈവമാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അതൊക്കെ നമുക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ കരുതല് നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലും ആവശ്യമാണ്. ദൈവത്തിന്റെ കരുതൽ നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സഭയിലും പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയായിരുന്നു, ഏതൊരു ചെറിയ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. വലിയ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈവൻ നമ്മൾ ഈസി എന്ന് കരുതുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈവൻ നെഗ്ലിജിബിൾ ആയി എന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കണം. അതിന്റെ ഉദാഹരണം, ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീട്ടിൽ ചെന്നപ്പം ഒരു സഹോദരൻ തന്റെ അനുഭവം എന്നോട് പറയാറ്. അപ്പം അതിൽ നിന്നാണ് ഈ ചിന്ത എനിക്ക് വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾ 2 മക്കളായിരുന്നു, ആൺമക്കളാണ്. ഒരു വീട്ടിലെ പിതാവിനും മാതാവിനും, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു പിതാവിനും മാതാവിനും 2 മക്കളാണ്, 2 ആൺപിള്ളേർ. പക്ഷേ ഈ 2 ആൺപിള്ളേരുടെ പ്രത്യേകത, 2 പേർക്കും വ്യത്യസ്ത സ്വഭാവമായിരുന്നു. ഇവര് സിബ്ലിങ്സ് ആണെന്ന് എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. 2 പേർക്ക് ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എല്ലാത്തിലും. അപ്പം ഈ മൂത്ത കൊച്ച് വളരെ ഒരു ശാന്തനായിരുന്നു, തികഞ്ഞ ഒരു ഡിസിപ്ലിനിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കും, അത് അതുപോലെ കേൾക്കും. വളരെ സൈലന്റ് ആയിരുന്നു, ആത്മീയനായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ രസം. കൃത്യമായി സൺഡേ സ്കൂളിൽ പോകും, കൃത്യമായി ബൈബിള് പഠിക്കും, സ്കൂളിലെ ടീച്ചിങ്സ് പഠിക്കും, നല്ല മാർക്കുണ്ട്. ആത്മീയ കാര്യങ്ങൾ, പ്രാർത്ഥനയിൽ, എല്ലാത്തിലും വളരെ ശ്രദ്ധാലുവായ ഒരു കുഞ്ഞായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം പേരൻസ് ഒത്തിരി ഹാപ്പിയായി, കാരണം അവനെ തികഞ്ഞൊരു ഡിസിപ്ലിനിലാണ് എന്ത് ചെയ്യുന്നത്. അപ്പം ഈ 2ാമത്തെ മോനാണ് എന്നോട് സംസാരിച്ചത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാനൊരു ഭയങ്കര തല്ലിപ്പൊളിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കാണ്, എന്റെ വാക്കായിട്ട് എടുക്കരുത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഞാൻ ചെറുപ്പം മുതലേ ഒരു തല്ലിപ്പൊളിയായിരുന്നു. പറഞ്ഞാൽ കേൾക്കത്തില്ല, പഠിക്കത്തില്ല, ആത്മീയ കാര്യങ്ങൾ ഒരു താല്പര്യമില്ല. അപ്പം വീട്ടിൽ എപ്പോഴും പപ്പയും മമ്മിയും ഇങ്ങനെ പറയും, ഇവൻ വളർന്നു വരുമ്പോ എന്തായിത്തീരും. സ്തോത്രം. അവരുടെ ഉള്ളിലുള്ള ഒരു ആകാംക്ഷയായിരുന്നു. അപ്പം ഇദ്ദേഹം പറയായിരുന്നു, എന്നും പ്രാർത്ഥിക്കുമ്പം എന്റെ മമ്മി പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. 2 പേർക്ക് വേണ്ടി 2 രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മൂത്ത മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ, അവന് നല്ലൊരു ജോലി കൊടുക്കണം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ദൈവന് കൊടുക്കണം, എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു നിർത്തും. ഇളയ മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോലി കൊടുക്കണമെന്നോ നല്ല ഭാവി കൊടുക്കണമെന്നോ പ്രാർത്ഥിക്കത്തില്ല. ഇവൻ എങ്ങനെങ്കിലും ഒരു ആത്മീയനായിട്ട് എന്ത് ചെയ്യണം, ജീവിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. വളർന്നു വരുമ്പോ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായിട്ട് വരണം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം മൂത്തയാൾക്ക് വേണ്ടി, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ അമ്മ പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഇറ്റ് വാസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. എന്തുവാ, അദ്ദേഹം തികഞ്ഞ ഒരു ഡിസിപ്ലിനിൽ, ഒരു ആത്മീയ ജീവിതത്തിൽ കൊച്ചു പ്രായം മുതൽ വളർന്നു വന്ന ഒരാളാണ്. പക്ഷെ ഇളയ മോൻ അങ്ങനെ അല്ല. എല്ലാ കാര്യത്തിലും ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പം എന്നും ഇളയ മോന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ജോലി കൊടുക്കണേ, അല്ലെ നല്ല ഭാവി കൊടുക്കണേ എന്നല്ല. വളർന്നു വരുമ്പോ ദൈവമേ, ഇവന്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി ഒരു നല്ല കൊച്ചായി
വളർന്നു വരാനുള്ള, ദൈവത്തിന് പ്രയോജനമുള്ള ഒരു കൊച്ചായി വളർന്നു വരാനുള്ള കൃപ ദൈവം കൊടുക്കണം. ഈ അമ്മ പ്രാർത്ഥിച്ച പോലെ ദൈവം ചെയ്തു. മൂത്ത മോന് നല്ല ജോലി കൊടുത്തു, നല്ല ഭാവി കൊടുത്തു. ഇളയ മോന് നല്ല ജോലിയൊന്നും കൊടുത്തില്ല, പക്ഷെ തികഞ്ഞ ആത്മീയനായിട്ട് വന്നു. സ്തോത്രം. അപ്പൊ അദ്ദേഹം എന്നോട് സംസാരിക്കുക. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, എന്റെ മൂത്ത ബ്രദറിന്റെ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നും എന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, വളർന്നു വന്നപ്പോൾ ആത്മീയമായി ഒത്തിരി അദ്ദേഹം ബാക്ക് സ്ലൈഡ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ചർച്ചിൽ പോലും അദ്ദേഹം കയറുന്നില്ല. ചർച്ചിൽ പോലും. അത് എനിക്കൊരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പം ഇറ്റ് വാസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. എന്തുവായിരുന്നു? മൂത്ത മോന് ഇങ്ങനെ ആകുമെന്ന് ആ മാതാവോ പിതാവോ എന്ത് ചെയ്യുന്നില്ല, സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആ വിഷയത്തിന് വേണ്ടി സ്ട്രെസ് ചെയ്ത് പ്രാർത്ഥിക്കാനും അവരെന്ത് ചെയ്തില്ല. പക്ഷെ ഇളയ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് കിട്ടിയ ഒരു സാധാ ജോലിയാ, ചെറിയ ശമ്പളം. കാരണം എനിക്കൊരു ജോലി കിട്ടാനൊന്നും അമ്മ എന്ത് ചെയ്തില്ല, പ്രാർത്ഥിച്ചില്ല. ഞാനൊരു ആത്മീയനാകണേ എന്ന് എന്ത് ചെയ്ത്, അതുപോലെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഞാൻ ഒരു ആത്മീയനായിട്ട് മാറുവാനിടയായി തീർന്നു. അപ്പം പരിശുദ്ധാത്മാവിനെ ചിന്തിപ്പിച്ചത്, ഈവൻ നമ്മള് ഗ്രാൻഡഡ് എന്ന് കരുതുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം ആ ദൈവിക നിയോഗത്തോടെ. കാരണം ദൈവം നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മെ വിടുവിക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മളെ കരുതുന്നില്ല, ദൈവം നമ്മെ കാക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകും. അപ്പം ഇയ്യോബ് ഇത് പറയാൻ കാര്യം, ദൈവമാണ് ഇയ്യോബിന് ചുറ്റും വേലി കെട്ടി എന്ത് ചെയ്തത്, സൂക്ഷിച്ചത്. നമുക്ക് ആ ചരിത്ര ഭാഗങ്ങൾ നന്നായിട്ട് അറിയാം, അല്ലെ? ഒരു വേലി, ഒരു പ്രൊട്ടക്ഷൻ ഇയ്യോബിന് ചുറ്റും കെട്ടി സൂക്ഷിച്ചു. അപ്പം ഈ പിശാജ് അല്ലെങ്കിൽ സാത്താന് ദൈവസന്നിധി നിൽക്കാൻ വരുമ്പോ എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇയ്യോബിനെ തൊടാൻ പറ്റുന്നില്ല. കാര്യം എന്താ? നീ അവന് ചുറ്റും വേലി കെട്ടി പ്രൊട്ടക്ട് ചെയ്ത് ദൈവം എന്ത് ചെയ്തിരിക്കുക, സൂക്ഷിച്ചിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ഞാൻ ഇങ്ങനെ ഈ വചനം വായിച്ചപ്പോൾ ചിന്തിച്ചു, ദൈവം തരുന്ന പ്രൊട്ടക്ഷൻ ഒരിക്കലും ഗ്രാൻഡഡ് ആയിട്ട് നമ്മൾ എടുക്കരുത് കേട്ടോ. നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമുക്ക് തരുന്ന സൂക്ഷിപ്പുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, നന്മകൾക്ക് നമ്മൾ ഒത്തിരി നന്ദിയുള്ള, അതൊരു ഒരു ഒരു ടേക്കൺ ഫോർ, അത് എനിക്ക് കിട്ടേണ്ടതാണ് എന്നൊരു ചിന്തയിൽ ദൈവത്തിന് സ്തോത്രം, അത് ദൈവത്തിന്റെ ഒരു ഒബ്ലിഗേഷൻ ആണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യരുത്. മറിച്ച്, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ കരുതലുകളും അത് ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ ദാനമാണ്. അതിന് നന്ദിയുള്ളവരായി, വിശ്വസ്തരായി, ദൈവത്തെ സേവിച്ച്, ദൈവത്തെ സ്തുതിച്ച് ഗ്രേറ്റ്ഫുൾ ആയി ജീവിപ്പാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ ഭവനങ്ങൾക്ക് ചുറ്റും ആ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇല്ലേ? റിജോയ്സിലെ എല്ലാ ഭവനങ്ങൾക്ക് ചുറ്റും ആ പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ നൽകിയതാരാ, വേലി കെട്ടിയതാരാ? സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ഞാനൊരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പിശാചിന്റെ ഏറ്റവും വലിയ നോട്ടം ആ പ്രൊട്ടക്ഷന്റെ മേലായിരുന്നു, അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവം കൊടുത്ത പ്രൊട്ടക്ഷനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ആ പ്രൊട്ടക്ഷൻ ഉള്ളിടത്തോളം കാലം പിശാചിന് അറിയാം, എനിക്ക് ഒരിക്കലും ഇയ്യോബിനെ തൊടാൻ കഴിയില്ല. കാരണം ദൈവത്തിന്റെ സംരക്ഷണം അത്ര ശ്രേഷ്ഠമാണ് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അപ്പം ഇയ്യോബ് ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം എന്നെ കാത്തുകൊണ്ട ഒരു കാലം, ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്ത ഒരു കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രൊട്ടക്ഷൻ എല്ലാം എടുത്തു മാറ്റിയപ്പോഴേ എനിക്ക് മനസ്സിലായത്, സ്വോത്രം, ദൈവത്തെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ സ്വോത്രം. എന്റെ ജീവിതത്തിലുള്ള ചെറിയ സന്തോഷങ്ങൾ പോലും ദൈവം എനിക്ക് ദാനമായി നൽകിയതാണ് എന്ന ബോധ്യമുണ്ടായത് ദൈവ പ്രൊട്ടക്ഷൻ എടുത്തു കളഞ്ഞപ്പോഴാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പം ബി ഗ്രേറ്റ്ഫുൾ. ദൈവം നമുക്ക് തന്നത് എല്ലാ നന്മകളിലും നന്ദിയുള്ളവരായി, വിശ്വസ്തരായി, ദൈവത്തിന് സ്തോത്രം, ആ ഗ്രേറ്റ്ഫുൾ മൈൻഡോടെ ദൈവത്തെ സേവിപ്പാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഡിസിപ്ലിനായി മാറണം. ദൈവത്തിന് സ്തോത്രം. ആ പ്രൊട്ടക്ഷൻ വളരെ ശ്രേഷ്ഠമാണ്. കർത്താവെ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവെ, ആ പ്രൊട്ടക്ഷൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ സംരക്ഷണം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് ദൈവം എടുത്തു മാറ്റരുത്. ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്ക്, ഞങ്ങളുടെ സഭയ്ക്ക് ചുറ്റും ആമേൻ വേലി കെട്ടി ഞങ്ങളെ സൂക്ഷിക്കണം എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറ് ദൈവങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങൾ വചനം ധ്യാനിച്ചപ്പം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്, അല്ലെ? ഈ നമ്മൾ ഹിസ്റ്ററി നമ്മൾ പഠിച്ചാൽ ഒരു ജാതി ഏറ്റവും
ഏറ്റവും കൂടുതൽ ഭയാനകമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മക്കൾ തന്നെയായിരുന്നു. ഇസ്രായേൽ മക്കൾ തന്നെ. അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ വേലി എത്ര തവണ ദൈവം എടുത്തു മാറ്റി. അവരെ ദൈവത്തിന്റെ സ്തോത്രം അന്യ ശക്തികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവരെ പ്രവാസത്തിൽ ദൈവം അയച്ചു. അവരെ കഠിനമായി ദൈവം ശിക്ഷിച്ചു. ജീവിതത്തിന്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു കേട്ടോ, ദൈവത്തോട് നിലവിളിച്ചു. കാരണം ദൈവം നൽകുന്ന സംരക്ഷണത്തിന്റെ വില അവർ തിരിച്ചറിഞ്ഞു. അപ്പം ദൈവത്തോട് നിലവിളിച്ചപ്പം പ്രവാചകന്മാരിലൂടെ ദൈവം തന്റെ ജനത്തിന് കൊടുത്തൊരു ദൂതുണ്ട്. നമുക്ക് ആ വാക്യം കാണാതെ അറിയാം. ഞാൻ അവർക്ക് ചുറ്റും ഒരു തീമതിലായിരിക്കുമെന്ന് ദൈവം തന്റെ ജനത്തോട് അരുളി ചെയ്തു പ്രവാചകന്മാരിലൂടെ. ഐ വിൽ ബി എ ഫെൻസ് ഓഫ് ഫയർ. ഒരു തീമതില് പോലെ ഞാൻ എന്റെ ജനത്തിന് ചുറ്റും ഒരു കാവലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി റിജോയ്സ് സഭയ്ക്കും ആ ഒരു കാവൽ ഉണ്ടാകട്ടെ. ഒരു തീമതിലായി ദൈവം നമ്മെയും നമ്മുടെ തലമുറകളെയും പരിപാലിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. വല്ലാത്തൊരു ലോകത്തില അപകടങ്ങളും അനർത്ഥങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ലോകത്തിൽ എന്തുകൊണ്ടാണ് ഈ മെസ്സേജ് ദൈവം ആവർത്തിച്ച് ഇന്ന് രാത്രി നമ്മോട് പറയുന്നത്? അതിൽ നിന്നെല്ലാം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കരമുണ്ട്. ഒരു വേലി കെട്ടി നമ്മെ സൂക്ഷിക്കുന്ന കരം മാത്രമല്ല, ഒരു തീമതിലായി ഒരു ശത്രുവിന്റെ കണികളും നമ്മുടെ മേൽ സ്പർശിക്കാതെ നമ്മെ പരിപാലിപ്പാൻ കഴിവുള്ള ആ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വാഹനത്തിന് ചുറ്റും ദൈവം ഒരു തീമതിലായി തീരട്ടെ. നമ്മുടെ ഭവനങ്ങൾക്ക് ചുറ്റും ദൈവം ഒരു തീമതിലായി തീരട്ടെ. നമ്മുടെ യാത്രകൾക്ക് ചുറ്റും ദൈവം ഒരു തീമതിലായി തീരട്ടെ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ചുറ്റും ഒരു വോൾ ഓഫ് ഫെൻസ് പോലെ, ഒരു വോൾ ഓഫ് ഫയർ പോലെ ദൈവത്തിന്റെ തീ നമുക്ക് ഒരു സംരക്ഷണമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, ഡു നോട്ട് ടേക്ക് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ് ഫോർ ഗ്രാൻഡഡ്. അതൊരിക്കലും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. നന്ദിയുള്ളവരായി ദൈവത്തെ സേവിക്കണം. അപ്പൊ നമുക്കൊരു ശുഭകാലം ഉണ്ടാകണമെങ്കിൽ ആ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മളിൽ ശക്തമായി വെളിപ്പെട്ടു വരണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനിങ്ങനെ ചിന്തിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടക്റ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അമേരിക്കൻ സീക്രട്ട് സർവീസാ, അല്ലെ? US സീക്രട്ട് സർവീസാ. മുൻ പ്രസിഡന്റുമാരെയും അമേരിക്കയുടെ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റ്സിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പക്ഷേ അവരുടെ കാവലിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിക്ക് വെടിയേറ്റത്, അല്ലേ? ദൈവത്തിന് നിങ്ങളത് ശ്രദ്ധിച്ച്, നമ്മുടെ പച്ച മലയാള ഭാഷ പറഞ്ഞാൽ അവരുടെ മൂക്കിന് താഴെയാണത് സംഭവിച്ചത്. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? അവര് നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് ലോകത്തിലെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയ മനുഷ്യന് നേരെ വെടിയുണ്ടകൾ പാഞ്ഞു വരുവാനിടയായി തീർന്നത്. ദൈവം നമ്മെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ തകർന്നു പോകും. ആ പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശുഭതയാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. ഞാൻ അവിടെ നിൽക്കുന്നില്ല. രണ്ടാമത്തെ പദം കിടക്കുന്നത് 3-ാം വാക്യത്തില. ഞാൻ ആ രണ്ടാമത്തെ പദത്തിലേക്ക് ഒന്ന് പോകട്ടെ. ദൈവം നമ്മുടെ വെളിച്ചമാണ്. വേഴ്സ് 3 ഒന്ന് ശ്രദ്ധിച്ചേ. വേഴ്സ് 3 ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വെളിച്ചം പറയാ എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഈ വെളിച്ചമെന്ന് പറയുമ്പോൾ വെളിച്ചം എന്ന വാക്കിന്റെ സിമ്പിൾ അർത്ഥം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ആബ്സെൻസ് ഓഫ് ഡാർക്ക്നെസ് എന്നാണ്, അല്ലേ? നമുക്കതറിയാം. നമ്മുടെ കൊച്ചു ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ലൈറ്റ് എന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ മാർക്ക് ചോദിച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യുന്ന, ഏത് ഉറക്കത്തിലും ആൻസർ ചെയ്യുന്നത് ലൈറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ഡാർക്ക്നെസ്. ഇരുട്ട് ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് വെളിച്ചം എന്ന് പറയുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് എടുക്കണ്ട, കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്തിനാ വെളിച്ചം എന്ന് ചോദിച്ചാൽ, ഇരുട്ടിനെ അതിജീവിപ്പാനാ വെളിച്ചം. എന്തിനാണ്? ഡാർക്ക്നെസ്സിനെ അതിജീവിപ്പാൻ നമുക്ക് ലഭിക്കുന്ന ഒരു വരമാണ് വെളിച്ചം എന്ന് പറയുന്നത്. അപ്പം കർത്താവ് പറയാ, ഞാൻ ആരാണ്? ലോകത്തിന്റെ വെളിച്ചമാകുന്നത്. അപ്പം ഇത് തന്നെ യോബ് ഇവിടെ പറയുന്നത്. ജോബ് പറയുകയാണ്, എന്റെ തലയ്ക്ക് മുകളിൽ ആ ദൈവത്തിന്റെ വെളിച്ചം എന്ത് ചെയ്തു? അപ്പം എന്നെ കാണുന്നവർ എന്നെയല്ല കാണുന്നത്, മറിച്ച് അതിന്റെ മുന്നിൽ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ വെളിച്ചത്തെയാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കുക, ആ വെളിച്ചമാണ് ജോബ് എന്ന വ്യക്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് റിഫ്ലക്ട് ചെയ്യപ്പെട്ടത്. ദൈവത്തിന്റെ സ്തോത്രം റിഫ്ലക്ട് ചെയ്യപ്പെട്ട. ഞാനൊരു കാര്യം പറയാം. ഇയ്യോബ് ഇവിടെ പറയുന്നു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. എത്ര ശ്രദ്ധേയമായ ഒരു വാക്യം, അല്ലേ? ദാവീദ് പറയുന്ന വാക്യം നമുക്കറിയാം, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നിന്റെ വടിയും കോലും എന്നെ എന്ത് ചെയ്യുന്നു?
പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. ഡയറക്ഷൻ ലെസ്സായി കൂരിരുട്ടിന്റെ അനുഭവങ്ങൾ നമ്മൾ നടക്കുന്ന ഒത്തിരി സമയങ്ങളുണ്ട്. പക്ഷെ അവിടെ വെളിച്ചമായി വരുന്നത് ദൈവത്തിന്റെ കരമാണ്. ഡയറക്ഷൻ നൽകുന്ന, ആലോചന നൽകുന്ന, നമ്മെ നേരായ വഴിയിൽ നയിക്കുന്ന. ഇന്ന് രാത്രി ഈ മെസ്സേജ് പറയുമ്പോൾ ക്ലൂ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നമ്മൾ വിഷമിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം, കർത്താവേ അവിടെ ഒരു വെളിച്ചം പ്രകാശിക്കണം, ഞാൻ ഏത് വഴിയിൽ നടക്കണം എന്ന് എനിക്കൊരു ഗൈഡൻസ് നൽകുന്ന ഹല്ലേലൂയ ഒരു വെളിച്ചം അവിടെ പ്രകാശിക്കണം. സത്യം പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ മുറിയില പത്രോസ് കിടന്നുറങ്ങിയത്, ഇല്ലേ, കാരാഗ്രഹത്തില്. അപ്പം ആ പത്രോസിനെ തേടി ദൂതൻ വന്നു. അപ്പം അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. ദൂതന്റെ അരയിൽ വെളിച്ചം പ്രകാശിച്ചു, അല്ലെ? വായിച്ചു പോയിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. ദൂതന്റെ അരയിൽ എന്ത് ചെയ്തു? അപ്പൊ ആ ഡാർക്ക്നെസ്സിനകത്ത് ഏത് വഴി നടക്കണമെന്ന് ആർക്കറിയില്ല, പത്രോസിന് അറിയില്ല. പക്ഷെ ഈ വെളിച്ചം വന്നപ്പോ എന്ത് പറ്റിയെന്ന് അറിയാമോ? അവർ 1-ാം കാവല് കടന്നു, 2-ാം കാവല് കടന്നു, പട്ടണത്തിന് മുൻപുള്ള ഇരുമ്പ് വാതിൽ, എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഏതാണെന്ന് ആ വെളിച്ചം എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. അപ്പൊ വെളിച്ചം എന്ന് പറയുന്ന ഒരു ഡയറക്ഷനാ, നമുക്കൊരു ആലോചന, അത് ദൈവം നമുക്ക് നൽകി തരും. ഏത് വഴി നടക്കണം, ഏത് വഴി നടക്കാൻ പാടില്ല, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കാൻ പാടില്ല എന്ന് നമുക്കൊരു ഡയറക്ഷൻ നൽകുന്ന. ഇന്ന് രാത്രി റിജോയ്സ് സഭ ശ്രദ്ധിക്കണം. ക്ലൂലെസ് ആയ നമ്മളെ ക്ലൂ ഉള്ളവരാക്കി ദൈവം ആഗ്രഹിക്കുന്ന വഴികളിൽ നടത്തുവാൻ നമ്മെ ശക്തീകരിക്കുന്ന ഒരു എലമെന്റ് ആണ് ദ ലൈറ്റ് ഓഫ് ഗോഡ്. ലൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂടാരത്തിൽ ഈ വെളിച്ചം വ്യാപരിക്കും, വെളിച്ചം വ്യാപരിക്കും. ആ വെളിച്ചം വ്യാപരിക്കുമ്പം ദൈവത്തിന്റെ സ്തോത്രം, ഭയം മാറും, നിരാശ മാറും. നടക്കേണ്ടുന്ന ആ വഴിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ ആലോചനയാൽ നീ ഞങ്ങളെ നടത്തുകയും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുകയും ചെയ്യും. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. സങ്കീർത്തനത്തിൽ മറ്റൊരു വാക്യമുണ്ട്, നമുക്ക് ഏറ്റവും കാണാതെ അറിയുന്ന ഒരു വാക്യമാണ്, കൊച്ചു ക്ലാസ്സിൽ പഠിച്ചത്. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പൊ ബൈബിൾ അവിടെ പറയുന്നു, വെളിച്ചം എന്ന് പറയുമ്പോൾ അതെന്താണ്? ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. വെളിച്ചമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. അപ്പം ഞാനൊരു കാര്യം പറയാം, ദൈവം നമുക്ക് ഡയറക്ഷൻ നൽകുന്ന കാലമാണ് നമ്മുടെ ശുഭകാലം. നമ്മുടെ ശുഭകാലത്തെ കുറിച്ച് യോബ് പറയാ, ഞാൻ നടക്കേണ്ടുന്ന വഴി ആ റൂട്ട് തെറ്റാതെ, റൂട്ട് മാപ്പ് തെറ്റാതെ ദൈവം ആഗ്രഹിക്കുന്ന പോയിന്റിലേക്ക് എന്നെ വഴി നടത്താൻ എന്നെ സഹായിച്ച ഒരു എലമെന്റ് ആണ് ദൈവത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത്. അപ്പൊ ഈ വെളിച്ചം എവിടെയൊക്കെ പ്രകാശിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം കൂരിരുള് മാറും. ദൈവത്തിന്റെ സ്തോത്രം. ഈ ചെങ്കടലിന്റെ മുൻപിലാണ് കൂരിരുട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്രായേൽ ജനം അനുഭവിച്ചത്, കേട്ടോ. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ദൈവത്തിന്റെ തേജസ്സിന്റെ മേഘം പുറകിൽ വന്നു നിന്നു. പിന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്, ഇരുട്ടിനെ അവർക്ക് പ്രകാശമാക്കി നൽകി, രാത്രിയെ അവർക്ക് ദൈവം പ്രകാശമായി കൊടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ആ പ്രകാശമാണ് നമ്മിൽ റിഫ്ലക്ട് ചെയ്യപ്പെടേണ്ടത്. റിഫ്ലക്ട് ചെയ്യപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി വചനം പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന, റിജോയ്സ് സഭയിലുള്ള എല്ലാ ഭവനങ്ങളിൽ നിന്നും ഇരുട്ടുകൾ മാറി ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ബുദ്ധിയിൽ, ചിന്തകളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ വെളിച്ചം ശക്തിയോടെ വ്യാപരിക്കുന്ന ദിവസങ്ങളായി ദൈവമേ ഈ ദിവസങ്ങളിൽ തീർക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആ 3-ാമത്തെ വാക്കാണ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, ഞാൻ പെട്ടെന്ന് അങ്ങ് പോവാ. ആ 3rd വാക്ക്, കമ്പാനിയൻഷിപ്പ് ഓഫ് ഗോഡ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്നു. വേഴ്സ് 4 ഒന്ന് ശ്രദ്ധിച്ചേ, 4-ാം വാക്യം ശ്രദ്ധിച്ചേ. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും. അയ്യോ, എത്ര നല്ല വാക്കല്ലേ! ആരാ നമ്മളോട് കൂടെ വസിക്കുന്നത്? സർവശക്തൻ എന്നോട് കൂടെ. അപ്പം ഞാൻ ആ വാക്കിന്റെ അർത്ഥം, ദൈവത്തിന്റെ സ്തോത്രം എന്ന് വെച്ചാൽ സഹിത്വം എന്ന വാക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക് തോന്നുന്നു മലയാളത്തെക്കാൾ കൂടുതൽ നന്നായി ഇംഗ്ലീഷ് ബൈബിളിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന പദമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഫ്രണ്ട്ഷിപ്പ് എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ സഹിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ആരായി തീരുക? ദൈവത്തിന്റെ ഫ്രണ്ടായിട്ട് മാറുക, ദൈവത്തിന്റെ കൂട്ടുകാരനായി മാറുക. ഇപ്പൊ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണ്. റിജോയ് സഭയിലെ ദൈവമക്കളും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാ. എന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഒരു 10,000-3000 പേരുണ്ടെന്ന എന്റെ ചിന്ത. പലരെയും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. 10,000-3000 പേരുണ്ട്. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരുമായി അടുത്ത ബന്ധമുണ്ട്, ചിലരെ ഒന്നേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരും എന്റെ ആരാണ്?
നിങ്ങൾ ഇവിടെ ഉണ്ടോ? ചിലരെ ഞാൻ കണ്ടിട്ടില്ല, ഫോണിലൂടെ സംസാരിച്ചിട്ടുള്ളൂ, പക്ഷെ അവരും എന്റെ ആരാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ദൈവത്തിന്റെ സ്നേഹിതനാകുന്ന എങ്ങനെയാ? 9 മണി കഴിഞ്ഞ് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചാൽ കിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹിതനാകുന്നത് ഒരു പ്രോസസ്സാണ്. അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഈ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേര് വിളിച്ചാൽ നമുക്കറിയാം അബ്രഹാമിനെയാ. യാക്കോബിന്റെ ലേഖനം നടത്തി, ദ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 23. ഞാൻ ആ വാക്യം ദൈവമക്കളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യാക്കോബിന്റെ ലേഖനം, ദ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സസ് 23, 23-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അതിങ്ങനെ വായിക്കുന്നു: അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. കണ്ടോ? അബ്രഹാം ദൈവത്തിന്റെ ആരായി മാറി? സ്നേഹിതനായി. അപ്പം ഈ വാക്യം വായിക്കുമ്പോൾ ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, അതൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വിട്ടാൽ കിട്ടുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. ദൈവത്തിന് ആ വാക്യം മൊത്തം നമ്മൾ വായിക്കണം. ഇനി ഞാൻ ഒന്നും കൂടെ ആ വാക്യം വായിക്കാം, ശ്രദ്ധിക്കണം. ബി വിജിലന്റ്. ഓരോ വാക്കുകളും ഒന്ന് ശ്രദ്ധിച്ചേ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു. അപ്പം ആഴമായ വിശ്വാസമുള്ളവരാണ് ദൈവത്തിന്റെ ഫ്രണ്ടായി മാറുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ അകത്ത് എന്ത് വേണം? വിശ്വാസം വേണം. ഈ വിശ്വാസം എന്ന പദം പഠിക്കുമ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലിരുന്ന് പിന്നീട് ശാന്തമായി ഒന്ന് വായിക്കണം. റോമൻസ് ചാപ്റ്റർ 4 and 5, റോമ ലേഖനം 4ഉം 5ഉം അധ്യായങ്ങളൊന്ന് വായിക്കണം ശാന്തമായി. അവിടെ വായിക്കുമ്പോഴാണ് എങ്ങനെ അബ്രഹാം വിശ്വസിച്ചത്. ആശയ്ക്കെതിരായി, ആശയോടെ വിശ്വസിച്ചു. ആ പദം അവിടെ എഴുതിയിരിക്കുന്നത്. ആശയ്ക്കെതിരായി. ദൈവത്തിന്റെ സ്തോത്രം. ആശയോടെ. അപ്പം വിരോധമായി നിന്ന. അപ്പം താഴോട്ട് ഞാൻ ആ റോമാലേഖനം വായിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടു, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഗർഭപാത്രം നിർജീവമായി പോയി എന്നും പ്രായം കൊണ്ട് താൻ നിർജീവനായി എന്നറിഞ്ഞിട്ടും ദൈവത്തിൽ വിശ്വസിച്ചു. കണ്ടോ? നെഗറ്റീവായിട്ടുള്ള ഓഡ്സ് ഒരു സൈഡിൽ ഉയർന്നു നിന്നെങ്കിലും അതിന്റെ മധ്യത്തിലും ആരെ വിശ്വസിച്ചു? അതിനെ വിളിക്കുന്ന പേരാണ് ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് രാത്രി നമ്മുടെ ആ വിശ്വാസത്തെ ഒക്കെ ദൈവം ഒന്ന് പൊടി തട്ടിയെടുക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ ആ വിശ്വാസത്തിന്റെ വിത്തുകളൊക്കെ മാറി വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വചനം പറയുക, ആ വിശ്വാസം ഇറ്റ് വാസ് ക്രെഡിറ്റഡ് ടു ഹിം ആസ് റൈച്ചസ്നെസ്, അതവന് നീതിയായി കണക്കിട്ടു എന്ന് മാത്രമല്ല അവിടെ നിൽക്കരുത്, ദൈവത്തിന്റെ സ്നേഹിതൻ എന്നവന് പേർ പ്രാപിപ്പാനിടയായി തീർന്നു. അപ്പം ആരാ ദൈവത്തിന്റെ ഫ്രണ്ടാകുന്നേ? ആഴമായി വിശ്വാസമുള്ള ആളാ. അപ്പൊ നമുക്കൊരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ഇന്ന് രാത്രി. ആം ഐ എ ഫ്രണ്ട് ഓഫ് ഗോഡ്? ആണോ? ദൈവത്തിന് ആണെങ്കിൽ നമ്മുടെ വാക്കുകൾ വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കും. നമ്മുടെ ജെസ്റ്റേഴ്സ് അത് വിശ്വാസത്തിൻ്റെതായിരിക്കും. നമ്മുടെ പ്രവൃത്തികൾ വിശ്വാസത്തിൻ്റെതായിരിക്കും. അവരെ വചനം വിളിക്കുന്ന പേരാണ് ഹി വാസ് ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. അപ്പം അബ്രഹാമിനെ പോലെ ദൈവത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് അനുഭവിച്ച ആളാണ് ആര്? ജോബ്. അതുകൊണ്ട് ജോബ് പറയുന്നത് 4-ാം വാക്യം, എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യതയും ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും. അപ്പം ദൈവം കൂടെ വസിക്കാനുള്ള കാര്യം, ജോബ് ദൈവത്തിന്റെ ആരായിരുന്നു? ഫ്രണ്ടായിരുന്നു. ദൈവത്തിനും അഭിമാനമാ ജോബ് എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. അയ്യോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും നോക്കി കർത്താവ് പറയണം, സന്തോഷ് എന്റെ ആരാ? ഷാജിച്ചാൻ എന്റെ ആരാ? രായൻചാൻ എന്റെ ആരാ? ഫ്രണ്ടാന്ന് ആര് പറയണം? ഞാൻ പറഞ്ഞാ പോരാ, സണ്ണിച്ചാൻ പറഞ്ഞാ പോരാ. സ്തോത്രം. റിജോയ്സിലെ എല്ലാവരും യുനാനിമസ് ആയിട്ട് പറഞ്ഞാ പോരാ. ആര് പറയണം? ദൈവം പറയണം, ഹി ഈസ് മൈ ഫ്രണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി, ഈ സഹോദരി, ഈ സഹോദരൻ എന്റെ കൂട്ടുകാരനാണ്, എന്റെ സ്നേഹിതനാണ് എന്ന് പറയണം. ആ കമ്പാനിയൻഷിപ്പ് ഈ ദിവസങ്ങളിൽ വളർത്തിയെടുക്കണം. എന്റെ സമയം ഇവിടെ അവസാനിച്ചു. ജസ്റ്റ് ഐ വോണ്ട് ടു കൺക്ലൂഡ്. 3 കാര്യമാണ് പറഞ്ഞത്. 1, ദൈവത്തിന്റെ കരുതൽ നമുക്ക് ആവശ്യമാണ്. 2, ദൈവത്തിന്റെ വെളിച്ചം നമുക്ക് ആവശ്യമാണ്. ഇറ്റ് ഗീവ്സ് അസ് ഡയറക്ഷൻ. 3, ദൈവത്തിന്റെ സഹിത്വം. സഹിത്വം എന്ന് പറയുമ്പോൾ ബിക്കമിങ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഈ 3 അവസ്ഥയിലുള്ള വ്യക്തികളെ വചനം വിളിക്കുന്നു ശുഭകാലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി. ദൈവത്തിന്റെ സ്തോത്രം. ഇംഗ്ലീഷിൽ നന്നായി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എ പേഴ്സൺ ലിവിങ് ഇൻ ഹിസ് പ്രൈം ടൈം എന്ന് എഴുതിയിരിക്കുന്നത്. സോദര സന്തോഷമുണ്ട്. ഏറ്റവും പ്രൈം ടൈമിൽ, ആ ടൈം നമുക്ക് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടോ? ഉണ്ടോ? ഒരു പ്രൈം ടൈം നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വലായി ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രൈം ടൈം റിജോയ് സഭയിൽ ഈ ദിവസങ്ങൾ ഉണ്ടാകണം. അപ്പൊ അടുത്ത ദിവസം കാണുമ്പോൾ സാക്ഷ്യം പറയണം കേട്ടോ, പാസ്റ്റർ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ദൈവം തന്നു. ആ പ്രൈം ടൈമിലേക്ക് ഞാൻ വരിക, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എന്റെ ദൈവം എനിക്ക് തരണം. നമുക്ക് എത്ര പേർക്ക് ഇന്ന് രാത്രി ആ വചനം വിശ്വസിക്കാൻ കഴിയും? ഇത് നമ്മുടെ കുടുംബങ്ങളെല്ലാം വെളിപ്പെടട്ടെ. ഈ വചനം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. വരും ദിവസങ്ങളിൽ ആ ദൈവത്തിന്റെ ഫ്രണ്ട് എന്ന, ആ കമ്പാനിയൻ എന്ന ആ വലിയ പദവി നേടിയെടുപ്പാൻ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി സഭയെ കർത്താവ് വളർത്തിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.